അങ്ങനെ വിചാരിച്ച പോലെ തന്നെ മോഹൻ ബഗാനുമായി 2-0 തോറ്റാണ് 12ാമത്തെ ISL സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇതോടെ മോഹൻ ബഗാനുമായി ഒരു സീസൺ ഓപ്പണിംഗ് മാച്ചിൽ പോലും ജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനായിട്ടില്ല. രണ്ട് ടീമിൽ നിന്നും അത്രയ്ക്ക് നിലവാരമുള്ള ഒരു കളിയല്ല കണ്ടതെങ്കിലും മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ഒരു മികച്ച കളി തന്നെയാണ് കാഴ്ചവെച്ചത്. ടാക്ടിക്സിലോട്ടും സ്റ്റാറ്റ്സിലോട്ടും നോക്കിയാൽ മോഹൻ ബഗാൻ 4-2-3-1 ഇറങ്ങിയപ്പോൾ കേരള 4-3-3 കളിച്ചത്. ടിപ്പിക്കൽ ലൊബേറ പൊസിഷൻ ബേസ് ചെയ്തപ്പോൾ കെറ്റല ക്വിക്ക് ബ്രേക്സും ലോങ് ബോൾസിലൂടെ കളിക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ കംപ്ലീറ്റ് മോഹൻ ബഗാൻ ഡോമിനേഷൻ ആയിരുന്നു. 26 ടോട്ടൽ ഷോട്ട്സ് മോഹൻ ബഗാൻ എടുത്തപ്പോൾ 3 ഷോട്ട്സും അതിലൊന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. വിത്ത് ദ ബോൾ ബോർജസ് ഡീപ് റോഡിലും എബിൻ ദാസ് അറ്റാക്കിംഗ് മിഡായി 3-4-3 അലൈൻ ചെയ്തത്. വിത്തൌട്ട് ദ ബോൾ പിച്ചിന്റെ സെന്റർ ക്രൗഡ് ചെയ്ത് 4-4-2 ഷേപ്പിലാണ് കളിച്ചത്. സബ്സ്റ്റിറ്റ്യൂഷന് ശേഷം നവോച്ചയും മാർലോണും യോക്കയും വന്നപ്പോൾ വിത്തൌട്ട് ദ ബോൾ 4-3-3 ഇടയ്ക്ക് 5-2-3 ഡിഫൻസീവ് സ്ട്രക്ചർ മാറിയപ്പോൾ ഒഫൻസീവ്ലി മാർലോൺ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ലെഫ്റ്റ് വിംഗറായി യോക്കയുടെ പ്രസൻസുമാണ് കേരളയ്ക്ക് അറ്റാക്കിംഗ് വൈസ് പിന്നെയും വല്ലതും ചെയ്യാനായത്. എന്നാൽ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യൽ ഉൾപ്പെടെ വളരെ അമച്വർ ഗെയിം പ്ലേയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് കേരളയുടെ മെയിൻ വില്ലൻ. ഫസ്റ്റ് ഗോളിൽ നിന്നും അത് വ്യക്തമാണ്. റുട്ടീൻ മോഹൻ ബഗാന്റെ വിംഗ് ബാക്സിനെ ഉപയോഗിച്ചുള്ള വിങ്ങിലൂടെയുള്ള അറ്റാക്കിന്റെ ഇടയിൽ ഷെഹീഫും ബിക്കാസിന്റെ ഇടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റനും പിന്നെ പെട്രോസിന്റെ ആ റണ്ണിലൂടെയാണ് ആദ്യത്തെ ഗോൾ വന്നത്. പലപ്പോഴും ബിൽഡപ്പിന് ബാക്കിൽ വന്ന് ബോൾ റിസീവ് ചെയ്ത പെട്രോസ് ഒരു കീ റോമിംഗ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലാണ് കളിച്ചത്. അത് അദ്ദേഹം കൃത്യമായി ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. രണ്ടാമത്തെ ഗോളും ടോം ആൽഡ്രിഡിന്റെ ഏൽ പവറിന്റെ മുന്നിൽ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കാനാണ് കേരളയ്ക്കായത്. ഈ കളിയിൽ നിന്നുള്ള ആകെ പോസിറ്റീവ് ഒമർ ബായും യോക്കയുടെയും പൊട്ടൻഷ്യലാണ്. ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ മോഹൻ ബഗാനുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ 14 ദിവസം മുന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്തത്. ക്ലബ്ബുകളുടെ സർവൈവബിലിറ്റിയും പ്ലെയർ ഡിപ്പാർച്ചറും ഒക്കെ നോക്കുമ്പോൾ ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ടെർമോയിൽ മോഹൻ ബഗാനേക്കാൾ അഫക്റ്റ് ചെയ്തൊരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൂടാതെ കേരളയുടെ പുതിയ ഫോറിൻ പ്ലെയേഴ്സും മറ്റു പ്ലെയേഴ്സിനും ഈ ഗ്യാപ്പിനു ശേഷം അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിസൾട്ടും ഈ മോഹൻ ബഗാന്റെ ഡോമിനേഷനും ഒട്ടുമിക്കവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്.